അള്ളാഹുവിനെ നമ്മൾ മറന്നുപോയപ്പോൾ പെങ്ങളെ പടച്ചറപ്പിനെ ഓർമ്മയുണ്ടോ മോളെ? അള്ളാഹ് ആരാണെന്ന് പോലും നിനക്കറിയില്ല. പാപം ചെയ്യാൻ പേടിയില്ലടോ. അള്ളാഹു ഈ പ്രപഞ്ചം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ പടച്ചറബ് സർവ്വതും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ വഅദ് പറയുന്നത് അള്ളാഹു കാണുന്നുണ്ട്, ഈ കേൾക്കുന്നത് പടച്ചവന് കാണുന്നുണ്ട്. പടച്ചവനെ നമ്മളങ്ങനല്ല. അള്ളാഹുവേ തെറ്റ് ചെയ്യുമ്പോൾ കാണുന്ന ഒരു പടച്ച റബ്ബുണ്ടെന്നുള്ള ഭയം നമുക്കില്ലാതെ പോവുകയോ? നമ്മുടെ അഹങ്കാരികളെ പോലെ ധിക്കാരികളെ പോലെ നമ്മൾ പടച്ച റബ്ബിനെ മറന്നു കളഞ്ഞപ്പോ അള്ളാഹു നമ്മളെ വല്ലാതെ പാഠം പഠിപ്പിക്കുകയാ. അതുകൊണ്ട് ചെറുപ്പക്കാരാ, അള്ളാഹു കാണുന്നുള്ള ബോധം വേണം മോനെ. ആ പടച്ചവനെ കുറിച്ചുള്ള ഭയം നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളറകളിലേക്ക് കടന്നു വരണം ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരേ, ആരാണൊരു യഥാർത്ഥ സത്യവിശ്വാസി എന്നറിയുമോ? ഞാൻ പറയുകയല്ല, അല്ല പറയുകയാണ്. ഈമാനുള്ള ഒരു മുഅ്മിനായ മനുഷ്യൻ ആരെന്നറിയുമോ? തഴമ്പ് മാത്രമുള്ളവനല്ല, തൊപ്പി ധരിച്ചവനല്ല, താടി വളർത്തിയവനല്ല, ജുബ്ബയിട്ടവനല്ല, പള്ളിയിലെ ഇമാമ് മാത്രമല്ല. ആരാണ് യഥാർത്ഥ സത്യവിശ്വാസി എന്നറിയുമോ? ആ സത്യവിശ്വാസിയുടെ അടയാളം അല്ലാഹു പറഞ്ഞു തരികയാണ്. ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ അല്ലാഹു പറയുകയാണ്, ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലതു ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, അല്ലാഹ് എന്ന് പറഞ്ഞാ പേടിക്കുമടോ. ഒരു സത്യവിശ്വാസിയായ മനുഷ്യന്റെ മുമ്പിൽ അല്ലാഹ് എന്ന് പറഞ്ഞാൽ അവന്റെ ഹൃദയങ്ങൾ കിടുകിടാ വിറയ്ക്കുകയാണ്, അവന്റെ ഹൃദയങ്ങൾ കിടുങ്ങുകയാണ്, അവന്റെ കൈകാലുകൾ വിറയ്ക്കുകയാണ്. അവന്റെ ജീവിതത്തിൽ ചെയ്തു പോയ അപരാധങ്ങളെ കുടിച്ചു മുറിച്ച് മുഴുവനും അവന് ഓർമ്മ വരികയാണ്. അവന് പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് തന്റെ ഇരുകരങ്ങൾ ഉയർത്തിയിട്ട് അവന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പടച്ചവനോട് തൗബ ചെയ്ത് മടങ്ങുമെന്ന് ഖുർആൻ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് അല്ലാഹുവിനെ കുറിച്ച് അറിയുന്നില്ല, പ്രായമുള്ളവർക്കും അറിയുന്നില്ല, കുട്ടികൾക്കും അറിയുന്നില്ല. പടച്ചവനെ കുറിച്ച് പഠിക്കാൻ നമ്മൾ തയ്യാറാകുന്നില്ല. പടച്ചവനെ ഒരു മാതാവും പിതാവും തന്റെ മക്കൾക്ക് ആദ്യമായിട്ട് പറഞ്ഞു കൊടുക്കേണ്ടത് പടച്ച റബ്ബിനെ കുറിച്ചാണ്, അല്ലാഹുവിനെ കുറിച്ചാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. പിന്നെ നബിതങ്ങളെ കുറിച്ചാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. പിന്നെയാണ് ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ടത്. പക്ഷേ ഇന്ന് ഏത് വാപ്പയാണ് അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നത്? പഠിപ്പിക്കണം സഹോദരാ. അല്ലാഹുവിനെ കുറിച്ച് നമ്മുടെ മക്കളോട് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. ആ ചെറുപ്പത്തിലെ അല്ലാഹ് ആരാണെന്ന് നമ്മുടെ മക്കളുടെ ഹൃദയങ്ങളിലേക്ക് കല്ലിൽ കൊത്തിവെച്ചതുപോലെ നമ്മൾ പറഞ്ഞു കുത്തിവെക്കണം സഹോദരാ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹുവിനെ ഭയന്ന് ജീവിച്ചോ, അല്ലാഹുവിനെ പേടിച്ച് ജീവിച്ചോ. അല്ലാഹു പറയുന്നതനുസരിക്കാൻ തയ്യാറായാൽ ഒരു പേടിയും നിനക്ക് വേണ്ട, ഒരു ടെൻഷനും നിനക്ക് വേണ്ട. പടച്ചവനെ ഗൗസുൽ ആലമിനെ കുറിച്ച് പറഞ്ഞല്ലോ. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്തിനാണ് നിങ്ങളുടെ കണ്ണിന്റെ മുമ്പിൽ കിടക്കുന്ന പടച്ചവനെ ഭീമാ ഉമ്മയുടെ ചരിത്രം അറിയുന്നവരാണല്ലോ. അല്ലാഹുവേ, അവിടത്തെ ബറക്കത്ത് കൊണ്ട് ഈ ദുആഇനെ സ്വീകരിക്കണേ അല്ലാ. അവരും ഈ ഭൂമിയിൽ ജീവിച്ചവരാണ്, അവർക്ക് പേടിയില്ലടോ, അവർക്ക് ടെൻഷൻ ഇല്ലടോ. എന്തൊക്കെ വന്നാലും അവർക്ക് യാതൊരു ടെൻഷനും പ്രയാസവുമില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, നമ്മൾ സമാധാനത്തോടെ ജീവിക്കൂ. അല്ലാഹുവിനെ ഭയന്ന് ജീവിച്ചു കഴിഞ്ഞാൽ, അല്ലാഹുവിനെ വഴിപ്പെട്ട് ജീവിച്ചു കഴിഞ്ഞാൽ അല്ലാഹു തരുമെന്ന് പറഞ്ഞ പ്രതിഫലം എന്തെന്നറിയോ? നിനക്ക് വേണ്ടതെല്ലാം അല്ലാഹു വാരിക്കോരി തരും സഹോദരാ. നീ എന്തിനാ മറ്റുള്ളവനിലേക്ക് നോക്കുന്നത്? അല്ലാഹു അവന് സമ്പത്ത് കൊടുത്തല്ലോ, അവന് വീട് കൊടുത്തല്ലോ, അവന് ജോലി കൊടുത്തല്ലോ, അല്ലാഹു സർവ്വതും അവന് കൊടുത്തല്ലോ. എനിക്കൊന്നും തന്നില്ലല്ലോ എന്ന് സങ്കടപ്പെടണ്ട. അല്ലാഹു പറയുന്നു, ഞാൻ പറയുന്ന രീതിയിൽ നീ ജീവിച്ചാൽ
മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ ഫലനുഹയ്യന്നഹു ഹയാതൻ ത്വയ്യിബാ. അല്ലാഹു പറയുകയാണ്, രാജാക്കന്മാര് ജീവിച്ചതുപോലെ നിനക്ക് ജീവിക്കണോ? ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നന്മാര് ജീവിച്ചതിനേക്കാളും ഹലാലൻ ത്വയ്യിബായ ഒരു ജീവിതം നിനക്ക് വേണോ? അല്ലാഹു പറയുകയാണ്, നീ നല്ല കാര്യങ്ങൾ ചെയ്യൂ, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കൂ. നല്ല കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ ചെയ്യാൻ നീ തയ്യാറായാൽ, അല്ലാഹു പറയുന്നു, എന്നെ മനസ്സിലാക്കുകയും നല്ല കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ നീ ചെയ്യാൻ തയ്യാറായാൽ നിനക്ക് വേണ്ടത് മുഴുവനും ഞാൻ തരാം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പുറം അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് അല്ലാഹുവിനെ കുറിച്ച് പഠിക്കടോ. മുസ്ലിം അല്ലേ നമ്മൾ? അല്ലാഹ് എന്ന് പറഞ്ഞ ആരാ? അല്ലാഹ് എന്ന് പറഞ്ഞ ആരാ? മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക. ഒരു വാപ്പ കുഞ്ഞിന് ആദ്യമായിട്ട് പറഞ്ഞു കൊടുക്കേണ്ടത് അല്ലാഹ് ആരാണെന്ന്. നമുക്ക് അല്ലാഹിനെ കുറിച്ച് അറിയില്ല. കുട്ടികൾക്ക് പോലും അറിയില്ല. കുട്ടികൾക്ക് പോലും അല്ലാഹിനെ കുറിച്ച് അറിയുന്നില്ല. നമ്മൾ അല്ലാഹിനെ കുറിച്ച് നമ്മുടെ മക്കൾക്ക്, നമ്മുടെ ഭാര്യയ്ക്ക്, നമ്മുടെ വീട്ടുകാർക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പം ആ ചിന്ത കടന്നു വരും, ആര് കണ്ടില്ലെങ്കിലും അല്ലാഹ് കാണുന്നുണ്ടല്ലോ, ആര് കണ്ടില്ലെങ്കിലും അല്ലാഹു കാണുന്നുണ്ടല്ലോ. ആ ഒരു ഭയം നമ്മളിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരും. നമ്മുടെ ജീവിതത്തിലെ തെറ്റുകൾ ചെയ്യുമ്പോൾ പലരും ചോദിക്കാറുണ്ട്, ഉസ്താദേ ഞാൻ ഇങ്ങനെ തെറ്റ് ചെയ്തു പോകുന്നു, പിന്നെയും ഞാൻ തെറ്റിലേക്ക് വീണു പോകുന്നു. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ വരുന്നു. കള്ളു കുടിച്ചു, ഇനി കുടിക്കില്ല എന്ന് പറഞ്ഞു, വീണ്ടും കുടിക്കണം ഉസ്താദേ. ഞാൻ വ്യഭിചരിച്ചു, ഇനി വ്യഭിചരിക്കില്ല എന്ന് പറഞ്ഞു, വീണ്ടും വ്യഭിചരിക്കുന്നു ഉസ്താദേ. ഞാൻ തെറ്റിലേക്ക് വീണു പോകുന്നു. എൻ്റെ പൊന്നു സഹോദര, എത്ര വലിയ തെറ്റിൽ നിന്നും നിനക്ക് രക്ഷപ്പെടാനുള്ള ഏക വഴി ഒരേ ഒരു ദിക്ർ നിൻ്റെ ജീവിതത്തിൽ നിത്യമാക്കിയാൽ മതി. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. തെറ്റിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഞാൻ പറയുന്ന ഒരു ദിക്ർ നിങ്ങൾ നിത്യമാക്കിയാൽ മതി. ഞാൻ ഒരു ദിക്ർ പറഞ്ഞു തരാം. ഈ പറയുന്ന ഒരു ദിക്ർ നിങ്ങൾ നിത്യമാക്കി കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെടും. നമ്മളെല്ലാവരും രക്ഷപ്പെടും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഒരു ദിക്ർ പറഞ്ഞു തരട്ടെ. ഒരു ദിക്ർ പറഞ്ഞു തരട്ടെ. പൈസ ഒന്നും വേണ്ട, ഒരു ദിക്ർ പറഞ്ഞു തരട്ടെ. ഏതാ ദിക്ർ? ഏതാ ദിക്ർ? അല്ലാഹു ഹാളിരി, അല്ലാഹു നാളിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈൻ. ഈ ദിക്ർ ഇങ്ങനെ എപ്പോഴും പറഞ്ഞാൽ മതി. അല്ലാഹു ഹാളിരി, അല്ലാഹു നാളിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈൻ. എന്താ അതിൻ്റെ അർത്ഥം എന്നറിയോ? സിറാജി പറയണ സമയത്ത് അല്ലാഹ് ഹാളിറ, അതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പടച്ചവനാ സാക്ഷി. ഈ ദിക്ർ ഇങ്ങനെ നിത്യമായി പറയുന്നവന് തെറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്ന് മഹത്തുക്കൾ നമുക്ക് പഠിപ്പിക്കുകയാണ്. അല്ലാഹു ആ ദിക്ർ പറയാൻ ഭാഗ്യം തരുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, നമ്മുടെ ജീവിതത്തിൽ അല്ലാഹിനെ കുറിച്ചുള്ള ഭയം വേണം. അല്ലാഹ് എന്ന് പറഞ്ഞാൽ കരയണം. റാത്തീബിന് കൂടും, എന്നിട്ട് ലൈറ്റ് ഓഫാക്കും അല്ലാഹുടെ പേര് പറയുമ്പോൾ. എന്തിനാ ലൈറ്റ് ഓഫാക്കണേ? വേറെ ഏത് ദിക്ർ പറയുമ്പോഴും ലൈറ്റ് ഓഫാക്കൂല. വേറെ ഏത് ദിക്ർ പറയുമ്പോഴും ലൈറ്റ് ഓഫ് ആക്കുമോ? ഇല്ല. അള്ളാൻ്റെ പേര് പറയുന്ന സമയത്ത് ലൈറ്റ് ഓഫ് ആക്കും. എന്തേ ഓഫാക്കണേ? വല്ലാത്ത ഒരു ഖൗഫ്. അള്ളാഹുടെ പേര് അല്ലാ 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 ഇതിങ്ങനെ പറയുമ്പോൾ പടച്ചോനെ വല്ലാത്ത ഒരു ഖൗഫ്. നമ്മുടെ ഹൃദയക്ക് ഇങ്ങനെ വല്ലാത്തൊരു മാറ്റം വരാനാണ് ലൈറ്റ് പോലും ഓഫാക്കുന്നത്. പടച്ചോനെ, ഒരു വട്ടം അല്ലാന്ന് പറഞ്ഞാൽ കരയണമെന്നാ. ആരാപ്പ കരയുക? നമ്മളാരും കരയുന്നില്ലടോ. ഞാൻ പറയുന്നത് അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം, അത് വല്ലാത്ത ഒരു പേടിയാണ്. ആ ഒരു പേടി നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ അള്ളാഹു സ്വർഗത്തിലെ ഏറ്റവും ഉയർന്ന പദവി ജന്നാത്തുൽ ഫിർദൗസ് നമുക്ക് നൽകും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം അള്ളാഹു നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ ഭയം വന്നാലുണ്ടാകുന്ന നേട്ടമെന്താ? അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ എന്താണ് നമുക്കുണ്ടാകുന്ന മാറ്റം? എന്താ? എൻ്റെ പ്രിയപ്പെട്ട സഹോദര, ഒരേ ഒരു ചരിത്രം പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാ. ഒരേ ഒരു ചരിത്രം ഞാൻ പറഞ്ഞു തരാം. അള്ളാഹുവിനെ കുറിച്ച് ഓർത്തുകൊണ്ട് കരഞ്ഞ, അള്ളാഹുവിനെ കുറിച്ചുള്ള പേടി നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്നാൽ നമുക്ക് അള്ളാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? നമുക്ക് അള്ളാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? ഈ സദസ്സിലിരിക്കുന്ന ഈമാനുള്ള ഓരോ മനുഷ്യന്റെയും ആഗ്രഹം എന്തെന്നറിയുമോ? ഇപ്പോഴും ഞാൻ വണ്ടിയിൽ നിന്ന് വരുമ്പോ ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, ഉസ്താദേ ഈമാനുള്ള മരണം കിട്ടാ ദുആ ചെയ്യണേ, ഒരു നല്ല മരണം കിട്ടാ ദുആ ചെയ്യണേ. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും
ഏറ്റവും വലിയ മോഹമാണ് നല്ല മരണം വേണം, നല്ല മരണം വേണം. അല്ല പറഞ്ഞത് യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലാഹു പറയുകയാണ്, മുസ്ലിമീങ്ങള് നിങ്ങൾ മുസ്ലിമായിട്ടേ മരിക്കാവൂ. നിങ്ങൾ എവിടെ കിടന്ന് മരിച്ചാലും മുസ്ലിമായിട്ട് വേണം മരിക്കാൻ, മുസ്ലിമായിട്ട് വേണം മരിക്കാൻ. ഷഹാദത്ത് കലിമ പറയാതെ മരിക്കരുത്. ഈമാനോടുകൂടിയുള്ള മരണമാണ് നിങ്ങൾക്ക് വേണ്ടത്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, വാപ്പമാര് മക്കളോട് ഉപദേശിച്ച ഉപദേശം എന്തെന്നറിയോ? വസിയ്യത്തായിട്ട് പറയുകയാണ്, വവസ്സാ ബിഹാ ഇബ്രാഹീമു ബനീഹി വയഅഖൂബ് യാ ബനിയ ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീന ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അതാ പടച്ചവനെ, പ്രവാചകന്മാര് തന്റെ മക്കളോട് പറയുകയാണ്, മക്കളെ മരിക്കുമ്പോ മുസ്ലിമായിട്ട് വേണം മരിക്കാൻ, മരിക്കുമ്പോ ഈമാനോടുകൂടി വേണം മരിക്കാൻ എന്ന് വാപ്പ തന്റെ മക്കളോട് ഉപദേശിച്ചതായി ഖുർആൻ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഈമാനുള്ള മരണം വേണോ? ഈമാനുള്ള മരണം വേണോ? അല്ലാഹുവിനെ ഭയന്ന് ജീവിച്ചാൽ നിന്റെ മരണം അല്ലാഹു മനോഹരമാക്കുകയാണ്. ആകാശ ലോകത്ത് നിന്ന് 70 മുതൽ 70,000 വരുന്ന ഒരു സംഘവുമായി ഖാബുൽ അർവാഹ് മലക്ക് അസ്റായീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ്. 70,000 വരുന്ന ഒരു സൈന്യവുമായി. പടച്ചവനെ, ഈ വഅദ് പറയുന്ന മജ്ലിസിന്റെ ചുറ്റുഭാഗം മുഴുവനും അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാര് വലയം ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഓരോരുത്തർക്ക് വേണ്ടി മലക്കുകൾ ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമുക്ക് ആർക്കെങ്കിലും കാണാൻ കഴിയുന്നുണ്ടോ? മലക്കിനെ കാണാൻ നമ്മുടെ കണ്ണിന് കാഴ്ചയില്ലോ, മലക്കുകളെ കാണാൻ നമ്മുടെ കണ്ണിന് കാഴ്ചയില്ല. എന്നാൽ ഖാബിൽ അർവാഹ് എന്ന് പറയുന്ന മലക്ക് ഇറങ്ങി വരുമ്പോ അല്ലാഹു നമ്മുടെ കണ്ണങ്ങ് തുറന്നു തരികയാണ്. വകശഫിനാ അൻക ഗിതാഅക ഫബസറുക അൽയൗമ ഹദീദ്. ആകാശ ലോകത്ത് നിന്ന് മലക്കുകൾ ഇങ്ങനെ ഇറങ്ങി വരികയോ. പെങ്ങളെ, അല്ലാഹുവിന്റെ മലക്കുകൾ നിന്റെ ചാരത്ത് വന്നിട്ട് പറയുകയാണ്, അതാ മരണത്തോട് മല്ലടിച്ചു കൊണ്ട് കിടക്കുന്നവന് പടച്ചവനെ റൂഹ് പിടിക്കുന്നതിന് വേണ്ടി മലക്കുകൾ അടുത്തേക്ക് കടന്നു വന്നിട്ട് അവര് പറയുന്നത് എന്തെന്നറിയുമോ? ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്സിറൂ ബിൽ ജന്നാ. ഇതിനാണ് മരണമെന്ന് പറയുന്നത്. ആകാശ ലോകത്ത് നിന്ന് ഇറങ്ങി വരുന്ന മലക്കുകൾ പറയുകയാ, എന്തിനാടാ സിറാജ്, നീ എന്തിനാ കരയുന്നത്? അല്ലാ തഖാഫൂ വലാ തഹ്സനൂ, നീ എന്തിനാ ഭയപ്പെടുന്നത്? നീ എന്തിനാ പേടിക്കുന്നത്? നീ എന്തിനാ ദുഃഖിക്കുന്നത്? കരയല്ലേടാ സിറാജ്, ഭയപ്പെടേണ്ട സിറാജ്. അല്ലാഹു നിന്നെ കൊണ്ട് തൃപ്തിപ്പെട്ടിരിക്കുകയാണ്. പടച്ചവൻ നിന്നെ കൊണ്ട് തൃപ്തിപ്പെട്ടിരിക്കുകയാണ്. ഈ കൊണ്ടുവന്നിരിക്കുന്ന തുണി കണ്ടോ? ഇത് പട്ടുവസ്ത്രമാണ്. ഇത് അല്ലാഹുവിന്റെ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്നതാണടാ പൊന്നുമോര്. എന്തിനാ നിന്റെ റൂഹ് പൊതിയാൻ? ഇതിനകത്താണ് നിന്റെ റൂഹ് പൊതിയുന്നത്. അല്ലാഹുവിന്റെ മലക്കുകൾ അവിടെ നിന്ന് സമാധാനിപ്പിക്കുകയോ. പടച്ചവനെ, നമ്മളെ അവര് സമാധാനിപ്പിക്കുകയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ മലക്കുകൾ ഇങ്ങനെ സ്വർഗ്ഗം കാണിച്ചു തരികയോ. അതുകൊണ്ട് എന്റെ പെങ്ങള്, ഇതുപോലെ ഒരു മരണം വേണമെങ്കിൽ അല്ലാഹുവെ ഭയപ്പെടണം പൊന്നുമോള്.